വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാറ്റഗറീസ് ഓഫ് സ്പീഷീസ് അണ്ടർ കൺസർവേഷൻ ആണ്, വിച്ച് മീൻസ് IUCN കാറ്റഗറി, അതായത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, അതിൻ്റെ കീഴിൽ വരുന്ന റെഡ് ഡാറ്റ ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള 9 കാറ്റഗറീസ് വിത്ത് അവയിൽ വരുന്ന എക്സാമ്പിൾസ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എക്സ്റ്റിങ്ക്റ്റ് ആണ്. റെപ്രസെന്റ് ചെയ്യുന്നത് EX ആണ്. എക്സ്റ്റിങ്ക്റ്റ് മീൻസ് there is no living individuals remains. Okay, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ലിവിങ് ഓർഗാനിസംസും ഇവിടെ നിലവിൽ കാണുന്നില്ല. എല്ലാ സ്പീഷീസും കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആയിട്ടുണ്ടെങ്കിൽ അത്തരം സ്പീഷീസിനെയാണ് എക്സ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. കാരണം അവയിൽ വരുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഡോഡോ ആണ്. ഓക്കെ, ഡോഡോ മൗറീഷ്യസിൽ ഉള്ളത്, പാസഞ്ചർ പീജൺ ഇൻ നോർത്ത് അമേരിക്ക, ടാസ്മാനിയൻ ടൈഗർ ഓർ തൈലാസിൻ ഇൻ ഓസ്ട്രേലിയ, ദെൻ സ്റ്റെല്ലാസ് സീ കൗ ഓർ ഇൻ Pacific Ocean. Okay, അതാണ് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സ്പീഷീസ്. ദെൻ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് എക്സ്റ്റിങ്ക്റ്റ് ഇൻ ദ വൈൽഡ് ആണ്. EW എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇവ മീൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, വൈൽഡിൽ അതായത് നാച്ചുറൽ ഹാബിറ്റാറ്റിൽ ഈ ഒരു സ്പീഷീസ് കാണുന്നില്ല. പക്ഷെ എവിടെ മാത്രമാണ് കാണുന്നത്? കംപ്ലീറ്റ് ആയിട്ട് ഹ്യൂമൻ കെയർ ഉള്ള റീജിയൻസിൽ. അതാണ് ക്യാപ്റ്റിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്യാപ്റ്റിവിറ്റി അല്ലെങ്കിൽ കൾട്ടിവേഷൻ ചെയ്യുന്ന ആ ഒരു ആനിമൽസ് ഒരു അണ്ടറിൽ, ഒരു ഹ്യൂമൻ കെയറിന്റെ അണ്ടറിൽ അല്ലെങ്കിൽ കൺട്രോൾഡ് കണ്ടീഷനിൽ മാത്രം ജീവിക്കുന്ന സ്പീഷീസ് ആയിരിക്കും ഈ എക്സ്റ്റിങ്ക്റ്റ് ഇൻ ദ വൈൽഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ എക്സാമ്പിൾ വരുന്നത് സിമിറ്റാർ ഹോൺഡ് ഓറിക്സ് ഇൻ ആഫ്രിക്ക, ഹവായിയൻ ക്രോ ഇൻ ഹവായി, പെരെ ഡേവിഡ്സ് ഡീർ ഇൻ ചൈന, then Spix maco in Brazil. Okay, നെക്സ്റ്റ് കാറ്റഗറി ത്രെട്ടൻഡ് സ്പീഷീസിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ത്രെട്ടൻഡ് കാറ്റഗറിയിൽ വരുന്ന 3 സബ് കാറ്റഗറീസ് ആണ് ഉള്ളത്. അതിൽ ഒന്നാമത്തത് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ളതാണ്. അവയെ റെപ്രസെന്റ് ചെയ്യുന്നത് CR എന്നാണ്. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് മീൻസ് ദേ ആർ at the high risk of extinction. Okay, എക്സ്ട്രീംലി ഹൈ റിസ്ക് ഓഫ് എക്സ്റ്റിങ്ഷൻ ആവാൻ വളരെ സാധ്യതയുള്ള ആൾക്കാരാണ് ഈ ഒരു ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന് പറയുന്നത്. സോ അവയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് സ്പീഡിൽ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വെരി സ്മോൾ ആയിട്ടുള്ള പോപ്പുലേഷനോ അല്ലെങ്കിൽ റാപ്പിഡ്ലി ഡിക്ലൈൻ ചെയ്യുന്ന പോപ്പുലേഷനോ ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. അതിൽ എക്സാമ്പിൾ വരുന്നത് ജവാൻ റൈനോസേഴ്സ് ആണ് ഇന്തോനേഷ്യയിൽ ഉള്ളത്, ദെൻ വാക്യുറ്റ ഇൻ മെക്സിക്കോ, സുമട്രൻ ഒറാങ് ഊട്ടാൻ ഇൻ ഇന്തോനേഷ്യ, അമൂർ ലിയോപാർഡ് ഇൻ റഷ്യ ഓർ ചൈന ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസിന് എക്സാമ്പിൾ ആണ്. ദെൻ നെക്സ്റ്റ് ത്രെട്ടൻഡ് സ്പീഷീസ് കാറ്റഗറി ആണ് എൻഡേഞ്ചേർഡ് എന്ന് പറയുന്നത്. EN എന്ന് റെപ്രസെന്റ് ചെയ്യും. സോ വിച്ച് മീൻസ് നിയർ ഫ്യൂച്ചർ, അതായത് വരുന്ന കാലത്തിൽ അവ എക്സ്റ്റിങ്ക്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന് വെച്ചാൽ എക്സ്ട്രീം ഹൈ റിസ്ക് ആണ്. അവ തൊട്ടടുത്ത ദിവസങ്ങളിൽ വേണമെങ്കിൽ ഒരു കാലങ്ങളിൽ വേണമെങ്കിൽ അവ എക്സ്റ്റിങ്ക്റ്റ് ആവാം. എൻഡേഞ്ചേർഡ് മീൻസ് ഭാവിയിൽ അവ എക്സ്റ്റിങ്ക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്, അവിടെയുള്ള റിസ്ക് ഹൈ ആണ്. ഓക്കെ, പോപ്പുലേഷനും സീരിയസ്ലി ഡിക്ലൈൻ തന്നെയാണ്, പക്ഷെങ്കിൽ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡിന്റെ അത്ര റിസ്ക് ഇല്ല. ഓക്കെ, അതിൽ വരുന്നതാണ് ഇന്ത്യ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റിലുള്ള ടൈഗർ, ദെൻ ഏഷ്യൻ എലിഫന്റ്സ് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക, ബ്ലാക്ക് റൈനോസേഴ്സ് ഇൻ ആഫ്രിക്ക ആർ എൻഡേഞ്ചേർഡ് സ്പീഷീസ്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ത്രെട്ടൻഡ് സ്പീഷീസ് കാറ്റഗറി വൾണറബിൾ, റെപ്രസെന്റ് ചെയ്യുന്നത് VU എന്നാണ്. അവ എന്താ അത്രയും ആ ഒരു റിസ്ക് കുറച്ചും കൂടി ഒരു അളവ് കുറവ്. ഓക്കെ, ക്രിട്ടിക്കൽ ആണ് ഏറ്റവും ഡേഞ്ചർ, ദെൻ നെക്സ്റ്റ് എൻഡേഞ്ചേർഡ്. വൾണറബിൾ മീൻസ് പ്രോൺ ടു എക്സ്റ്റിങ്ഷൻ ആണ്. പോപ്പുലേഷൻ അവിടെയും ഡിക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അറ്റ് എ വെരി ലോ എമൗണ്ട് ദാൻ എൻഡേഞ്ചേർഡ് ആൻഡ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് സ്പീഷീസ്. ഓക്കെ, എക്സാമ്പിൾ വരുന്നത് ജയന്റ് പാണ്ട ഇൻ ചൈന, പോളാർ ബിയർ ഇൻ ആർട്ടിക് റീജിയൻ, ഒലീവ് റിഡ്ലി ടേർട്ടിൽസ് ഇൻ ഓഷ്യൻ, ആഫ്രിക്കൻ ലയൺ ഇൻ ആഫ്രിക്ക. ഓക്കെ, സോ these are 3 categories under threatened species. നെക്സ്റ്റ് നിയർ ത്രെട്ടൻഡ് ആണ്, റെപ്രസെന്റ് ചെയ്യുന്നത് NT ആണ്. ഓക്കെ, ദേ ആർ ക്ലോസ് ടു ബിക്കമിങ് ത്രെട്ടൻഡ്, അതായത് ത്രെട്ടനിങ് ആവാൻ, ഭീഷണി, ആ ഒരു എക്സ്റ്റിങ്ഷന്റെ ഭീഷണിയിൽ, ആ ഒരു എക്സ്റ്റിങ്ഷന്റെ ഭീഷണി ആ ഒരു അണ്ടറിൽ എത്താൻ, ത്രെട്ടൻഡ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അവയ്ക്ക് കൂടുതൽ മോണിറ്ററിങ് ആവശ്യമാണ്. ഓക്കെ, കൂടുതൽ മോണിറ്ററിങ് ആവശ്യമുള്ള കാറ്റഗറീസ് ആണ് നിയർ ത്രെട്ടൻഡ്. അതിൽ എക്സാമ്പിൾ വരുന്നത് ഏഷ്യ ആഫ്രിക്കയിലൊക്കെയുള്ള ലിയോപാർഡ്, ചിമ്പാൻസീസ് ഇൻ ആഫ്രിക്ക, സെൻട്രൽ ആൻഡ് സൗത്ത് അമേരിക്കയിലുള്ള ജാഗോസ്, റെഡ് പാൻഡ ഒക്കെ അവയ്ക്ക് എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ആണ് ലീസ്റ്റ് കൺസേൺഡ്, LC എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്.
വിച്ച് മീൻസ് അവ വൈഡ് സ്പ്രെഡ് ആണ്, അതായത് അബണ്ടന്റ് ആയിട്ട് കാണുന്നുണ്ട്. അവയ്ക്ക് പ്രത്യേകിച്ച് എന്താ ഹാബിറ്റാറ്റ് ലോസ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ അടുത്ത കാലത്തൊന്നും എക്സ്റ്റിങ്ഷൻ ആവാൻ ചാൻസ് ഇല്ലാത്ത, ഇമ്മീഡിയറ്റ് ആയിട്ട് ത്രെട്ട് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് ലീസ്റ്റ് കൺസേൺ ആയിട്ടുള്ളത്. അവയുടെ പോപ്പുലേഷൻ വളരെ ഹൈ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അവയിൽ ഹൗസ് സ്പാരോ, വേൾഡ് വൈഡ് ആയിട്ട് കാണുന്ന ഹൗസ് സ്പാരോ, റെഡ് ഫോക്സ്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ കാണുന്ന റെഡ് ഫോക്സ്, കോമൺ ക്രോ, വേൾഡ് വൈഡ് ആയിട്ട് കാണുന്ന കോമൺ ക്രോ, റിവർ ഡോൾഫിൻ, ചില റീജിയൻസിൽ കാണുന്ന റിവർ ഡോൾഫിൻ ഒക്കെ ലീസ്റ്റ് കൺസേൺ ആയിട്ടുള്ള ആൾക്കാരാണ്. ദെൻ എയ്ത്ത് കാറ്റഗറി ഡാറ്റ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളതാണ് DD, നോട്ട് ഇനഫ് ഇൻഫർമേഷൻ അവൈലബിൾ. അതായത് ഒരു പെർട്ടിക്കുലർ സ്പീഷീസിനെ കുറിച്ച് അവ ആകുമോ ഇല്ലയോ, അവയുടെ എന്താ ഹാബിറ്റാറ്റ് ലോസ് ആണോ ഇല്ലതിനെ കുറിച്ചൊന്നും ഇൻഫർമേഷൻസ് അവൈലബിൾ അല്ല. അവയുടെ റിസ്ക് ലെവൽ എന്ന് പറയുന്നത് അൺക്ലിയർ ആയിട്ടുള്ള കണ്ടീഷനെയാണ് ഡാറ്റ ഡെഫിഷ്യന്റ് എന്ന് പറയുന്നത്. സോ അവയിൽ എക്സാമ്പിൾ വരുന്നത് ഗൂട്ടി, സഫയർ, ടെറാൻറ്റുല ഇന്ത്യയാണ്. ഇന്ത്യയിൽ കാണുന്ന ഈ ഒരു സ്പൈഡർ സ്പീഷീസ് ആണ്. ദെൻ ചില ഡീപ് സീ ഫിഷ് സ്പീഷീസും ഡാറ്റ ഡെഫിഷ്യന്റ് ആണ്. സെർട്ടൈൻ ആംഫീബിയൻസ്, റെയർ ആയിട്ടുള്ള ചില ഫ്രോഗ്സും ഡാറ്റ ഡെഫിഷ്യന്റ് കാറ്റഗറിയിൽ വരുന്നതാണ്. ദെൻ നയൻത്ത് ലാസ്റ്റ് കാറ്റഗറി ആണ് നോട്ട് ഇവാലുവേറ്റഡ് എന്ന് പറയുന്നത്. അതായത് IUCN എന്ന് പറയുന്നത് ഈ ഒരു കാറ്റഗറീനെ അസസ് ചെയ്തിട്ടില്ല. പെട്ടെന്ന് പുതുതായിട്ട് കണ്ടുപിടിച്ച ന്യൂലി ഡിസ്കവേർഡ് സ്പീഷീസ്, ചില പ്ലാന്റ്സും ഇൻസെക്ട്സും ഒക്കെയാണ് നമ്മൾ അധികം ന്യൂലി ഡിസ്കവർ ചെയ്യാറ്. അത്തരം സ്പീഷീസ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് നോട്ട് ഇവാലുവേറ്റഡ് എന്നുള്ള കാറ്റഗറിയുടെ അണ്ടറിലാണ്. സോ ഇത്രയാണ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റെഡ് ഡാറ്റ ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ആ ഒരു IUCN കാറ്റഗറിയുടെ അണ്ടറിൽ വരുന്ന കൺസർവേഷൻ കാറ്റഗറീസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ക്ലാസ് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കുക. ഒപ്പം ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.